മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ടി.വി.കെക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് നിയമസഭയിൽ മറുപടി നൽകിയ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് എതിരാളികൾ ഒത്തൊരുമിച്ച് തകർക്കാൻ ശ്രമിച്ചിട്ടും ടി.വി.കെ അധികാരത്തിലെത്തി. ഒരു നടന്റെ പാർട്ടി എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചു. പെരിയാറിന്റെ ദൈവനിഷേധത്തെ അംഗീകരിക്കുന്നില്ല എങ്കിലും സാമൂഹിക നീതി എന്ന ആശയം ഉയർത്തിപ്പിടിക്കുമെന്ന് വിജയ് പറഞ്ഞു. ബി.ജെ.പിയോട് ആശയപരമായ എതിർപ്പുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളെയും എതിർക്കില്ല എന്നും വിജയ് സഭയെ അറിയിച്ചു. இவ்வளவு பெயின்ஃபுல்லான நம்ம பொலிட்டிக்கல் டிராவல்ல நம்மளோட மிகப்பெரிய ஆறுதலும் பலமும் என்ன தெரியுமா? என் நெஞ்சில் குடியிருக்கும் என்னோட தமிழ்நாட்டு மக்களும் என் உயிருக்கு உயிரான என்னோட தோழர்களும் தான். 1977ல முன்னாள் முதல்வர் மாண்புமிகு புரட்சித் தலைவர் எம்ஜிஆர் அவர்கள் தலைமையில் அமைஞ்ச மிக சாமானியர்களோட ஆட்சி மாதிரி இதோ இன்னைக்கு அதே வரிசையில் 2026 சட்டமன்ற தேர்தலில் இந்த விஜயோட தோழர்கள் இடம்பெற்ற ஒரு மிக மிக சாமானியர்களின் ஆட்சி அமைஞ்சிருக்கு. ആർ രാകേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാകേഷ്, അങ്ങനെ വിജയുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയുകയാണ്. അത് വളരെ സസൂക്ഷ്മമായി തന്നെയാണ് അദ്ദേഹം പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വാക്കുകൾ മാത്രം കേൾക്കുമ്പോൾ അതിൽ പലരിൽ നിന്നും അവരുടേതൊക്കെ നല്ലത് മാത്രം സ്വാംശീകരിച്ച് മറ്റുള്ളതിനൊന്നും അംഗീകരിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകാം എന്നൊക്കെ കൂടിയാണോ അദ്ദേഹം പറയുന്നത്? രാകേഷ്, ശ്യാമിലി, തീർച്ചയായും. കാരണം സമയമെടുത്തുള്ളൊരു മറുപടിയായിരുന്നു. സഭയിൽ ഇത്രയും സമയമെടുത്തുള്ളൊരു പ്രസംഗം വിജയെ സംബന്ധിച്ച് ഇത് ആദ്യമാണ്. നയപ്രഖ്യാപനത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അതിനാണ് രാഷ്ട്രീയ വഴികൾ, പ്രത്യേകിച്ച് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രാഷ്ട്രീയ എതിരാളികൾ തന്നോട് പെരുമാറിയ രീതി അടക്കം വിമർശിച്ചുകൊണ്ട് വിജയ് സംസാരിച്ചത്. കാരണം ടി.വി.കെ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഒരു നടൻ്റെ പാർട്ടി സിനിമാ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം തമിഴ്നാട് ജനത തള്ളിക്കളഞ്ഞു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. മടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയല്ല ചെയ്തതെന്ന് അതിൻ്റെ വഴികളൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. കാരണം 2011 മുതൽ തൻ്റെ സിനിമകളിലൊക്കെ തന്നെ പലപ്പോഴും പല രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ച ചെയ്തു. അക്കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം അതിൽ എടുത്തു പറയുകയും ചെയ്തു. പക്ഷേ തന്നെ തകർക്കാൻ പല ഘട്ടങ്ങളിലായി ശ്രമമുണ്ടായി. പ്രത്യേകിച്ച് ADMKയും DMKയും ഒക്കെ തന്നെ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വിശദീകരിച്ചു. അതിന് പിന്നാലെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം കരൂർ ദുരന്തം, അത് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത മുറിവാണ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. പക്ഷേ തനിക്കെതിരെ വലിയ തോതിൽ വേട്ടയാടൽ അതിൻ്റെ പേരിൽ ഉണ്ടായി എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഒപ്പം ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം, രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. BJPയോടുള്ള ആശയപരമായ എതിർപ്പ് തുടരും. അത് അദ്ദേഹം ആദ്യകാലം മുതൽ പറയുന്നതാണ്. പക്ഷേ അന്ധമായ എതിർപ്പ് എല്ലാ വിഷയങ്ങളിലും എല്ലാ കാര്യങ്ങളിലും സ്വീകരിക്കില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ ത്രിഭാഷാ നയത്തിൽ തമിഴ്നാടിന് എതിർപ്പാണ്. ആ വിയോജിപ്പ് ഇപ്പോഴും തുടരും. അതിൽ മാറ്റമുണ്ടാകില്ല എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റ് രണ്ട് കാര്യങ്ങൾ, ഒന്ന് അണ്ണാദുരൈയുമായും ഒപ്പം MGRുമായും അദ്ദേഹം താരതമ്യം ചെയ്തു. 67-ൽ അധികാരത്തിൽ വന്ന അണ്ണാദുരൈയുടെ സർക്കാർ, ആ സർക്കാർ ജനങ്ങളുടെ സർക്കാരായിരുന്നു. പിന്നീട് 77-ൽ MGR വന്നു, അപ്പോഴും അത് ജനങ്ങളുടെ സർക്കാരായിരുന്നു. അതുപോലെ സാധാരണക്കാരുടെ സർക്കാരായിരിക്കും തൻ്റെ സർക്കാർ എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ പെരിയാറെക്കുറിച്ചും പരാമർശങ്ങളുണ്ടായി. പെരിയാറിൻ്റെ ദൈവനിഷേധത്തെ അംഗീകരിക്കുന്നില്ല, പക്ഷേ സാമൂഹ്യ നീതിയും അദ്ദേഹം മുന്നോട്ട് വെച്ച മറ്റ് കാഴ്ചപ്പാടുകളും ഒക്കെ തന്നെ അംഗീകരിക്കുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ DMKക്കെതിരെ കടുത്ത വിമർശനമുണ്ടായി. ആ വേളയിൽ DMK അംഗങ്ങളൊക്കെ തന്നെ പ്രതിഷേധിക്കുന്നതും കാണാമായിരുന്നു. ഏതായാലും നിയമസഭയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വിശദമായ പ്രസംഗം അത് ആദ്യമായായിരുന്നു. ശ്യാമിലി.